ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു ആ സ്വാലിഹത്തായ പെണ്ണിനെ കല്യാണം കഴിയുകയാണ്. അവരാണ് ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും പ്രിയപ്പെട്ട മകനാണ് ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ ലദീദ്. അല്ലാഹുവേ, സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കണം റഹ്മാനേ. ഈ പറഞ്ഞ മഹാന്മാരുടെ ഹക്ക് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ സൂക്ഷ്മത നൽകണം റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ വാപ്പാക്കും സ്വാലിഹായ ഉമ്മാക്കും പിറന്ന മകനാണ് ഔലിയാക്കളുടെ നേതാവായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ചെറിയ ജീവിത കാലഘട്ടത്തില് ഒരുപാട് അത്ഭുത സംഭവങ്ങളുണ്ട്. സ്വാലിഹീങ്ങളായ ജനങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടണം, ഔലിയാക്കളെ നമ്മൾ ഇഷ്ടപ്പെടണം, അമ്പിയാക്കളെ നമ്മൾ ഇഷ്ടപ്പെടണം, ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. എന്തിനു വേണ്ടിയാണ് ആലിമീങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? എന്തിനു വേണ്ടിയാണ് സയ്യിദന്മാർ വരുമ്പോൾ നമ്മൾ കൈ മുസാഫത്ത് ചെയ്യുന്നത്? അതേ സമയത്ത് സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർ മറപ്പെട്ട് കിടക്കുന്ന മഖാമിൽ ചെന്നുകൊണ്ട് നമ്മളതാ പ്രാർത്ഥന നടത്തുന്നത് എന്തുകൊണ്ടാണ്? സകൗതു ഇലാ വകീസു ഐഫ്ലി ഫർശദനി ഇലാ തർക്കിൽ മആസി. വകീ എന്ന് പറയുന്ന ആളിലേക്ക് ഞാനതാ ഒരു കംപ്ലൈന്റ് പറഞ്ഞു. എന്താണ് കംപ്ലൈന്റ് എന്നറിയോ? സുഐഫ്ലി, എനിക്ക് ഓർമ്മശക്തി വളരെ കുറവാണ്, എനിക്ക് തീരെ ഓർമ്മ നിൽക്കാറില്ല. എന്നാൽ അവിടുന്ന് എന്നോട് നിർദ്ദേശം നൽകിയത് എന്തെന്നറിയോ? ഫർശദനി ഇലാ തർക്കിൽ മആസി, ദോഷങ്ങൾ ഒഴിവാക്കാനാണ് എന്നോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമിതമായ ദോഷം ചെയ്യുന്ന വ്യക്തികൾക്ക് ഓർമ്മശക്തി കുറവായിരിക്കും, കൂടുതൽ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഓർമ്മശക്തി കുറവായിരിക്കും. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മൾ മുക്തിയാകണം. ആ തെറ്റിലേക്ക് കടക്കാത്തതായ വിധത്തിൽ നമ്മളുടെ ജീവിതത്തിനെ സൂക്ഷ്മതയോടുകൂടെ കൊണ്ടുപോകാൻ